അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് വന്ന് ഒരു അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഒരു ബീച്ചും ഒരു മലയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നല്ല സ്ഥലമാണ്, അടിപൊളി. അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം. അടിപൊളി പ്ലേസ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമില്ല. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെൻമാർക്കിലെ യൂലൻഡിലാണ്. അവിടെ ബുൾബെയ എന്ന ബീച്ച് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിന്. നമ്മൾ ഹോയറിസ് കാസിൽ കണ്ട് നമ്മുടെ 2 സുഹൃത്തുക്കളെ കൂടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതാണ് യൂട്ട്ലാൻഡിലെ ഒരേ ഒരു ബേർഡ് ക്ലിഫും ലൈംസ്റ്റോൺ ക്ലിഫും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ടോപ്പിലെത്തിയാലുള്ള ഒരു വ്യൂ. കടലിൽ നിന്ന് ഏതാണ്ട് 47 മീറ്റർ ഉയരത്തിലുള്ള ഒരു വലിയ ലൈംസ്റ്റോൺ പാറയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും അതൊരു പാറ മാത്രമല്ല, ഇപ്പം അതൊരു വലിയ മലയാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ സ്ഥലമാണ്. കിടിലം വ്യൂ, ബ്യൂട്ടിഫുൾ. എന്താലേ എൻ്റെ ബാക്കിലേക്ക് നോക്ക്. എനിക്കിത് കണ്ട് അകുല ഓൾറെഡി മുന്നിൽ നടന്നു. അവിടെ കുറച്ചുകൂടി ഒരു ഉയർന്ന സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാറ്റും നല്ല വ്യൂ. ശരിക്കും എന്താ അറിയോ, സാധാരണ ഡെൻമാർക്കിൽ നമ്മൾ തിരയില്ലാത്ത കടലുകളാണ് കാണുന്നത്. പക്ഷെ ഇവിടുത്തെ തിരകൾ, ഇവിടെ കാറ്റ് ഭയങ്കര കൂടുതലാണ്. സോ നന്നായിട്ട് തിര വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും കേൾക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അനേകം കടൽ ജീവികൾ, ചിപ്പികൾ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഫോസിലുകളായി വന്നിട്ടാണ് ഈ വൈറ്റ് ലൈംസ്റ്റോൺ പാറ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്.
അതാ ആ വെള്ളത്തിൻ്റെ നടുക്ക് കാണുന്ന ആ പാറല്ലേ, അതിൻ്റെ പേരാണ് സ്കൈറക്ലിറ്റ്. ഇത് നല്ല വലുതായിരുന്നു. പക്ഷേ 1978 ഒരു സ്റ്റോമിൽ ഇത് തകർന്നു. കടൽ നല്ല ശാന്തമായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ ഭാഗം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. അപ്പോൾ ബീച്ചിൽ ഇറങ്ങാനും പിന്നെ അവിടെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലൈം സ്റ്റോണിൻ്റെ ഈ വലിയ പാറ നമുക്ക് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ്. ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ് ഇത്. നമ്മളിപ്പോൾ താഴെ എത്തി. നമ്മളിപ്പോൾ ഇനി ബീച്ചിലേക്ക് പോവാണ്. ഇത് നോർത്ത് സീ ആണ് ഈ കാണുന്നത്. ദൂരെ നമുക്ക് ആ ലൈം സ്റ്റോണിൻ്റെ ആ വലിയ പാറ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോവാം. ദാ ഈ കാണുന്നതാണ് വൈറ്റ് ലൈം സ്റ്റോൺ പാറ. ഞാൻ ഈ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുക, മണല്ലേ കാലിങ്ങനെ താഴ്ന്നു പോവാ. അപ്പം നമുക്ക് ഇവിടെ അടിപൊളി തിരമാലകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് പക്ഷിപ്രേമികൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് കിളികൾ കൂടുകൂട്ടിയിരിക്കുന്നത് കാണാം. അവരുടെ വലിയൊരു കോളനി തന്നെ ഉണ്ട്. ബ്ലാക്ക് ലെഗ്ഡ് കിറ്റി വേക്ക് എന്നാണ് ഇവിടുത്തെ കാണുന്ന ഈ കിളികളെ പറയുന്നത്. അവറ്റകൾ ഈ ക്ലിഫിൻ്റെ മുകളിൽ ആ ലൈം സ്റ്റോണിൻ്റെ മുകളിൽ ഒരുപാടെണ്ണം കൂടുകൂട്ടിയിരിക്കണത് നമുക്ക് കാണാം. അതൊക്കെ കൂടാ. ഇതൊക്കെ വീഴാനുള്ള ചാൻസസ്
ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഭയങ്കര സന്തോഷമായി. നമ്മൾ ശരിക്കും കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് തിരമാലകളായിരുന്നു. അപ്പോൾ ആ ഒരു ഫീല് കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഈ ഓർമ്മകളും കൊണ്ട് നമ്മൾ മടങ്ങാണ്. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ ഗൈസ്.